ഹായ് നമസ്കാരം. എന്തിനാണല്ലേ ഈ അസ്ലം പുല്ലേപ്പടി ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. ചോദ്യവുമായിട്ട് ഇതാ ഒരാളിലേക്ക് പോവാം. വാ. നമ്മൾ ഇപ്പോൾ അടുത്ത് കണ്ട ഒരു സിനിമയാണ് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ. ഭയങ്കര മമ്മൂക്കയും അതുപോലെ മമ്മൂക്ക അതിനകത്ത് ഗസ്റ്റ് റോളിലാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് തിളങ്ങി നിന്ന ഒരു സിനിമ കൂടിയാണ് ജയറാമേട്ടൻ്റെ സിനിമ. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പൂമാനമേ ഒരു രാഗമേഘം താ എന്ന് പറയുന്ന ഒരു ഗാനം നമ്മൾ പഴയ സിനിമയിൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ച ഒരു സിനിമ കൂടിയാണത്. ആ സിനിമ ഏതാണ്? നിങ്ങളുടെ പേരെന്ന് പറയാം ആദ്യം. എൻ്റെ പേര് മുഹമ്മദ് അനസ്. സിബിൽ. ഇവിടെ എന്താ എറണാകുളത്താണോ വർക്ക് ചെയ്യുന്നത്? ഓ ആണ്. ആ എന്നാൽ ആ സിനിമയുടെ പേര് മമ്മൂക്കയുടെ സിനിമയാണ്. ഭയങ്കരമായിട്ട് ആളുകൾ ആസ്വദിച്ചു കണ്ട ഇന്നും നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഊർവശി ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. പറയാമോ? അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. എന്തായാലും പുല്ലേപ്പടി ടോക്സിലേക്ക് നിങ്ങൾ ചേർന്നതിന് താങ്ക് യു. ഓക്കെ, ഇതാ നമ്മൾ മറൈൻ ഡ്രൈവിൽ തന്നെ മറ്റൊരാളോടാണ് ഈ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ അറിയുമെന്ന് നോക്കാം. ഇപ്പൊ അടുത്തായിട്ട് ഓസ്ലർ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല അല്ലേ? അപ്പൊ അതിനകത്ത് എന്തായാലും നിങ്ങൾ കാണണം. അതിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗാനമുണ്ട്. പൂമാനമേ ഒരു രാഗമേഘം താ എന്ന് പറയുന്ന ആ ഗാനം ഏത് സിനിമയിലാണ്? പണ്ടത്തെ സിനിമയിലാണ്. അതെ, പഴയ സിനിമയാണ്. പ്രേംനസീറിന്റെ അല്ല, മമ്മൂക്കയുടെ സിനിമ. എനിക്ക് അങ്ങനെ അറിയില്ല, കേട്ടിട്ടുണ്ടോ പാട്ട്? നിങ്ങളുടെ പേരെന്താണ്? പേര് ആകാശാണ്. ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ മറൈൻ ഡ്രൈവിൽ തന്നെ ഉണ്ട്. പുല്ലേപ്പടി ടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഷാൻ, അക്ഷിത്. ഓക്കെ, എല്ലാവരും പേരിൽ തന്നെ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. എന്തായാലും അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഓസ്ലർ കണ്ടാണോ? ഇല്ല, കണ്ടില്ലായിരുന്നു. എന്നാലും ഓസ്ലർ കാണാൻ പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംഭവം അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗാനമുണ്ട്, പഴയ ഒരു സിനിമയിലെ ഗാനമാണ്. ആ സിനിമയിലെ ഈ ഗാനം ഞാനൊന്ന് പാടാം. എനിക്ക് വലിയ പാട്ടുകാരനൊന്നല്ലെങ്കിൽ പോലും ഞാനത് നിങ്ങൾക്ക് ഒന്ന് പാടിത്തരാം. പൂമാനമേ ഒരു രാഗമേഘം താ. ഈ ഗാനം ഏത് സിനിമയിലാണ്? സ്നേഹമുള്ള സിംഹം. അല്ല, തെറ്റാണ്. മമ്മൂക്കയുടെ തന്നെ സിനിമയാണ്, പക്ഷെ നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. എന്തായാലും ഓക്കെ, താങ്ക് യു. ശരി. ഹായ് നമസ്കാരം. പുല്ലേപ്പടി ടോക്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇപ്പൊ അടുത്തതായിട്ട് നമ്മുടെ വന്നേക്കുന്നത് അജയ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. ചേട്ടനോട് നമുക്ക് ചോദിക്കാം, ഓസ്ലർ സിനിമ കണ്ടോ? ഓസ്ലർ എന്ന് പറഞ്ഞ ഇപ്പൊ മമ്മൂക്ക ഗസ്റ്റ് റോളിൽ അഭിനയിച്ച സിനിമ കണ്ടോ? ഇല്ല. അപ്പൊ അതിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഗാനമുണ്ട്, പഴയ ഒരു സിനിമയിലെ ഗാനമാണ്. അത് ഏത് സിനിമയിലാണെന്ന് പറയാമോ? പൂമാനമേ ഒരു രാഗമേഘം താ. ഈ ഗാനം ഏത് സിനിമയിലാണെന്ന് അറിയാം? പഴയ ഒരു സിനിമയിലാണ്. അപ്പൊ എന്തായാലും താങ്ക് യു. ഞങ്ങൾ കൂടെ ചേർന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഹായ് നമസ്കാരം. പുല്ലേപ്പടി ടോക്സിലേക്ക് സ്വാഗതം. മറ്റൊരാൾ നമ്മളെ കൂടെ ചേർന്നിട്ടുണ്ട്. പേരൊന്ന് പറയാമോ? ആകാശ്, അനന്തു, ഗൗതം. അപ്പൊ 3 പേരും കൂടി മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ ഈ രാത്രി ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയാണ്. നമുക്ക് അടുത്തായിട്ട് ചോദിക്കാം, ഓസ്ലർ സിനിമ കണ്ടാണോ? ഇല്ല, കണ്ടില്ല. അപ്പൊ ഓസ്ലർ സിനിമ കണ്ട ഒരാളുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും കാണാൻ പോകുന്നു. ഇവർക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്തായാലും പൂമാനമേ ഒരു രാഗമേഘം താ എന്ന് പറയുന്ന ഒരു ഗാനം ഭയങ്കര ആസ്വദിച്ച് നമ്മൾ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച സിനിമയാണ്. അത് ഏത് സിനിമയാണ്? ഈ ഏത് സിനിമയിലെ ഗാനമാണ് ഈ ഗാനം? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. ഓക്കെ, ഹായ് നമസ്കാരം. അപ്പോൾ ഇപ്പോൾ നമ്മളെ അടുത്തെത്തിയിരിക്കുന്നത്, ഒന്ന് പേര് പറയാം. സുനിൽ. മോളുടെ പേര്? ലക്ഷ്മി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓസ്ലർ സിനിമ കണ്ടോ?
ഓക്കെ, ഓസ്ലർ സിനിമ കണ്ടവരാണെങ്കിൽ അല്ലെങ്കിലും നമ്മൾ അതിനകത്ത് മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനം ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ പുതുതായിട്ട്. അപ്പൊ ആ ഗാനം ഞാൻ ഒന്ന് പാടിത്തരാം. അത് ഏത് സിനിമയിലാണെന്നൊന്ന് പറയണേ. സിനിമ എന്ന് വെച്ചാൽ പൂമാനമേ ഒരു രാഗമേഘം താ എന്ന് പറയുന്ന ഈ ഗാനം ഏത് സിനിമയിലാണ്? ഓക്കെ, താങ്ക് യു. ഹായ്, നമസ്കാരം. എന്തരാണല്ലേ ഈ അസ്ലം പുല്ലേപ്പടി ടോക്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെത്തിയിരിക്കുന്നത് ഒരു ചേച്ചിയുടെ അടുത്താണ്. ചേച്ചിയോട് ചോദിക്കാം നമുക്ക് ചോദ്യം. പേരെന്തായിരുന്നു? എൻ്റെ പേര് പ്രസന്ന. പ്രസന്ന എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. ഇവിടെ കട നടത്താണ്, വർഷങ്ങളായിട്ട് കട നടത്തുന്നു. അപ്പോൾ ഭയങ്കര കച്ചവടം നടത്തുന്ന ഒരു നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ ഈ ഉച്ചക്കൊക്കെ ഭയങ്കരമായിട്ട് ചൂടുള്ള സമയത്തൊക്കെ നമുക്കൊന്ന് തണുപ്പിക്കണമെങ്കിൽ ചേച്ചിയെ ഒന്ന് കണ്ടാൽ മതി, നമ്മളെ തണുപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ കണ്ടാണ്. ഇപ്പം അടുത്ത് മമ്മൂക്ക ഗസ്റ്റ് റോളിൽ അഭിനയിച്ച്, ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരാളാണ്. ഇല്ല, കണ്ടോ? സിനിമ കണ്ടു. അപ്പോൾ ഇതിനകത്ത് പൂമാനമേ ഒരു രാഗമേഘം താ എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് പഴയ സിനിമയിൽ ആസ്വദിച്ച് കണ്ട് നമ്മൾ ഇന്നും മറക്കാൻ പറ്റാത്തൊരു ഗാനമാണ്. ഈ ഗാനം ഏത് സിനിമയിലാണ്? അപ്പോൾ ചേച്ചി ഒറ്റ ചോദ്യത്തിൽ തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. നമുക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാണ്. നമ്മുടെ ഈ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പ്രസന്ന ചേച്ചി മമ്മൂക്കയുടെ ഫാനും കൂടിയാന്ന് തോന്നുന്നത്. ഞങ്ങളുടെ നാട്ടുകാരൻ. ചെമ്പ് കണ്ട മമ്മൂക്കയുടെ നാട്ടുകാരിയാണ്, അതുകൂടാണ്ട് മമ്മൂക്കയുടെ ഫാനാണ്. അതിനപ്പുറത്ത് നമ്മൾ ഈ ഒരു ചോദ്യം നമ്മൾക്ക് ഭയങ്കരമായിട്ട് കുറെ ആളുകൾക്ക് അറിയാത്തൊരു ചോദ്യമായിരുന്നു. മമ്മൂക്കയുടെ ഈ ഗാനത്തെ ഏത് സിനിമയിലാണ്? നിറക്കൂട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് നമുക്ക്. ഓക്കെ, കണ്ട എത്രയോ പ്രാവശ്യം കണ്ടതാണ് ചേച്ചി പറയുന്നുണ്ട്. നമുക്ക് ഇന്നും കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. സുമലത, ഉർവശി ചേച്ചി, ഇങ്ങനെ പലരും അഭിനയിച്ച അടിപൊളി ഒരു സിനിമയായിരുന്നു. ഇല്ല, ശോഭനയില്ല, സുമലത. ഇവരൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇന്നും നമ്മൾ ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താങ്ക് യു ചേച്ചി. പിന്നെ ഇതിനടുത്ത എപ്പിസോഡിൽ കാണാം. എന്തരാണല്ലേ ഈ അസ്ലം പുല്ലേപ്പടി ടോക്സിലേക്ക് സ്വാഗതം. വീണ്ടും കാണാം. താങ്ക് യു.